കേരള സമൂഹത്തിനെ എപ്പോഴും എല്ലാ ചിന്തകളെയും സ്വാധീനിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ്, ചിന്താധാരയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ പാരമ്പര്യം. അദ്ദേഹം നൽകിയിട്ടുള്ള എഴുത്തുകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് മലയാളിയെ സൃഷ്ടിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ. പക്ഷേ ഗുരുനാരായണ ദേവൻ്റെ കൃതികളെയും അദ്ദേഹത്തെയും വിലയിരുത്തുമ്പോൾ പല പരിപ്രേക്ഷ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പൊതുവെ ഒരു ഇടതു പുരോഗമന വശത്തു നിന്നുള്ള വായന ഗുരുവിനെ മതേതര ഗുരുവാക്കാനുള്ള ഒരു രീതിയാണ്. കേരളത്തിൻ്റെ മുഴുവൻ ഗുരു എന്ന രീതിയിൽ തന്നെയാണ് അവർ വായിക്കുന്നതെങ്കിൽ കൂടി, പക്ഷേ അവർ വായന മതേതരമാണ്. അതിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പി പരമേശ്വരജിയുടെ പല എഴുത്തുകളും ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നാരായണ ഗുരുദേവനെ സമഗ്രമായി വിലയിരുത്തുന്ന ഒരു കൃതി ആദ്യ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ളത് പരമേശ്വരജിയാണ്. അദ്ദേഹം കുറേ വർഷം അതിനു വേണ്ടിയിട്ട് യാത്ര ചെയ്ത് ഗവേഷണങ്ങൾ ചെയ്തിട്ടാണ് എഴുതിയത്. ഇന്നിപ്പോൾ നാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങളുണ്ട്. പക്ഷെ അന്ന് ആ ഇറങ്ങിയ കാലത്ത് സമാനമായ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ സമഗ്രമായി വിലയിരുത്തുന്നത് എന്നതാണ് സത്യം. നാരായണ ഗുരുദേവനെ കേരളീയ സമൂഹത്തിൽ എങ്ങനെ നോക്കിക്കാണണം എന്ന് പുതിയ തലമുറയ്ക്ക് ബോധ്യം വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ആധുനിക കേരളത്തിൻ്റെ സ്രഷ്ടാക്കളിൽ പ്രഥമ ഗണനീയനാണ് നാരായണ ഗുരുദേവൻ. അതിന് യാതൊരു സംശയമില്ല. ഗുരുദേവൻ്റെ ചിന്തകൾ എന്ന് പറയുന്നത് ഔപനിഷദികമായ ദർശനങ്ങളുടെ കാലാനുകൂലമായ വ്യാഖ്യാനങ്ങളാണ്. അതിനും ആർക്കും സംശയമുള്ള കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു സമഗ്രമായ ജീവിത പദ്ധതിയുണ്ട്. അദ്ദേഹം ആരംഭകാലത്ത് ശിവഗിരി തീർത്ഥാടന വേളയിൽ ജനങ്ങളെ 4 കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1 മതം, 2 സദാചാരം, 3 വിദ്യാഭ്യാസം, വ്യവസായം. ഇതുതന്നെയല്ലേ ഭാരതത്തിൻ്റെ പുരുഷാർത്ഥങ്ങളെന്ന് പറയുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന ഈ പുരുഷാർത്ഥങ്ങളെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം അവരുടെ മുന്നിൽ വച്ചിരിക്കുകയാണ്. ഈ വിഷയങ്ങളാണ് അവരെ ബോധവൽക്കരിക്കേണ്ടത് എന്ന് ഗുരുദേവൻ പറഞ്ഞു. എന്നു മാത്രമല്ല, ഗുരുദേവൻ്റെ ആശയങ്ങളെ പിന്തുടർന്ന് ഒരുപാട് പരിവർത്തനങ്ങൾ സാമൂഹ്യ രംഗത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു എന്നത് നമുക്കറിയാം. ഇന്നത്തെ ഒരുപാട് മഹാക്ഷേത്രങ്ങൾ ഗുരുദേവൻ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്കും, പ്രത്യേകിച്ചും വിദ്യാഭ്യാസം, അതുപോലെ വ്യവസായം, സമ്പത്തുൽപാദനത്തെ സംബന്ധിച്ചും അദ്ദേഹം പ്രത്യേകമായിട്ട് അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, മഹാകവി കുമാരനാശാൻ, അദ്ദേഹത്തിന് ഒരു ടൈൽ ഫാക്ടറി ഉണ്ടായിരുന്നു. നമുക്കത് ഇന്ന് ആലോചിക്കില്ല. അത് ഗുരുവിൻ്റെ വാക്യമാണ്. കാരണം അദ്ദേഹം ഒരു ടൈൽ ഫാക്ടറി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് സമ്പത്തുണ്ടാകുക മാത്രമല്ല, നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഗുരുദേവൻ എന്ന് പറഞ്ഞിരുന്നു, പുതിയ വരുന്ന ഈ സാങ്കേതിക വിദ്യകൾ അതിൽ നൈപുണ്യം നേടുവാൻ വേണ്ടി അവരെ പരിശീലനത്തിന് അയക്കണം. അപ്പം നോക്കൂ, 1928 സമാധിയായ ഗുരു ആ കാലത്ത്, ആധുനിക കാലത്ത് നമുക്ക് ഒരു സമൂഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് മാർഗദർശനം നൽകിയിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ എന്താ കാണുന്നത്? സമ്പത്ത് ഉത്പാദിപ്പിക്കുന്നവൻ സാമൂഹ്യ വിരുദ്ധനാണ് എന്നൊരു കൾച്ചറാണ് കേരളത്തിൽ. നമ്മൾ സമ്പത്തിൻ്റെ വിതരണത്തിലേക്ക് മാത്രം വിതരണം ചെയ്യാൻ സമ്പത്ത് ആദ്യം ഉണ്ടാവണമല്ലോ, മനസ്സിലായില്ലേ? ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വലിയ അധപതനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 1930കളിലെ കേരളം മുഴുവൻ ഭാരതത്തിനും മാതൃകയാകുന്ന തരത്തിൽ വ്യവസായവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് കടന്നൊരു സംസ്ഥാനമാണ്.
പക്ഷേ നമ്മൾ ഈ പറയുന്ന 70കളായപ്പോൾ ഇതിൻ്റെ ശവപ്പറമ്പായി മാറി. 70-80 ആയപ്പോഴേക്കും വ്യവസായശാലകളുടെ ശവപ്പറമ്പായി മാറി. ഇവിടെ ഉണ്ടായിരുന്ന പല വ്യവസായ സ്ഥാപനങ്ങൾ എവിടെ പോയി എന്ന് നമുക്കറിയില്ല. ഇതെന്തുകൊണ്ടാണ് വന്നത്? നമുക്കറിയാം. ഒന്ന് നേരത്തെ പറഞ്ഞ ഈ കാഴ്ചപ്പാടാണ്. ആരെങ്കിലും ഒരു സംരംഭം തുടങ്ങിയാൽ അവനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കേരളീയ സമൂഹത്തിനറിയാം. എനിക്ക് കൗതുകരമായി തോന്നുന്നത് EMSൻ്റെ ആദ്യകാലത്തെ ചില വിലയിരുത്തലുകളുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെ ഒരു ബൂർഷ്വാ ചിന്തകൻ എന്ന തലത്തിൽ ഉള്ള ഒരു വിലയിരുത്തൽ ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് തിരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ആദ്യത്തെ ഒരു വിലയിരുത്തൽ അങ്ങനെയായിരുന്നു. അതൊരു പക്ഷേ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട ഇത്തരം ചിന്തകളിൽ കൂടെ അതുകൊണ്ട് അല്ല. അദ്ദേഹം നമുക്കറിയാം വളരെ കുശാഗ്രബുദ്ധിയായ ആളാണ്. അപ്പോൾ അദ്ദേഹം സന്ദർഭത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കും. അപ്പോൾ അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ ഈ ഒരു വശത്തേക്ക് അദ്ദേഹം പറയുന്ന അതേ കാര്യം അദ്ദേഹം മറ്റൊരു സന്ദർഭത്തിൽ മറുവശത്തേക്കും പറഞ്ഞതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ കേരളീയ സമൂഹത്തിൽ ഗുരുദേവനുള്ള സ്വാധീനത, അദ്ദേഹം ഒരു ആധ്യാത്മിക പ്രതിഭാസമാണ്. അപ്പോൾ ആ ആധ്യാത്മിക പ്രതിഭാസവും അതുപോലെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ മാർഗദർശിയുമെന്ന നിലയ്ക്കുള്ള ഗുരുദേവൻ്റെ സ്വാധീനത്തെ ദിശ തിരിച്ചുവിടാൻ വേണ്ടിയാണ് അദ്ദേഹം വിമർശനം നടത്തുന്നത്. അല്ല ഗുരുദേവനെക്കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടൊന്നുമല്ല. ഗുരുദേവനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഗുരുദേവനെക്കുറിച്ചുള്ള ധാരണകളിൽ വിള്ളലുണ്ടാക്കുക എന്നുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു സമീപനമാണ് അത് സ്വീകരിച്ചത്. അപ്പോൾ അതിൽ നിന്ന് വളർത്തിയെടുത്ത ഒരു സമീപനമാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പം ഗുരുദേവനെ വളരെ പരിമിതമായി വിഭാഗീയമായി വിലയിരുത്തുന്ന ഒരു രീതി ഇപ്പോഴും പോവുകയാണ്.